ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മുമ്പ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ പാലക്കാടും പ്രതിഷേധം നടക്കുകയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ കൃത്യതയില്ലാതെ ആരോഗ്യമന്ത്രിയും മന്ത്രി വി എൻ വാസവനും അടക്കം പ്രതികരിച്ചത് ഇപ്പോൾ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ അവരുടെ ലാഘവത്തോടു കൂടിയുള്ള പ്രതികരണമാണ്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന ആദ്യഘട്ടത്തിലെ മന്ത്രിമാരുടെ പ്രതികരണമാണ് ഇപ്പോൾ ഈ ബിന്ദുവിൻ്റെ മരണം അല്ലെങ്കിൽ ബിന്ദുവിനെ രക്ഷാപ്രവർത്തനം വൈകിയത്, ബിന്ദുവിനെ രക്ഷിക്കുന്നതിലൊരു കാലതാമസം ഉണ്ടാക്കാൻ ഇടയാക്കിയതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ഫ്രണ്ടിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. റാഫി കരീം തുടരുന്നുണ്ട്. റാഫി, മുമ്പ് സൂചിപ്പിച്ചത് ആ കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷയായിരുന്നു. വലിയ സാമ്പത്തിക പരാധീനതകളുള്ള ദിവസക്കൂലിക്ക് മാത്രം ജോലി ചെയ്യുന്ന രണ്ടുപേർ മുന്നോട്ട് കൊണ്ടുപോയ വീടാണ്. അതിൽ തന്നെ ആ ഭർത്താവ്, ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മക്കളെ നോക്കിയതും കുടുംബം കൊണ്ടുപോയതും എല്ലാം ബിന്ദു തന്നെയാണ് എന്ന് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് പറയുകയും ചെയ്തു. അവർക്കുണ്ടാകുന്ന നഷ്ടം അത് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. തീർച്ചയായും നമ്മൾ ഇവിടെ എത്തി ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിന്ദു ജീവിച്ചതെല്ലാം ബിന്ദുവിന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. അധ്വാനിച്ചതും എല്ലാം തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി. തലയോല പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിന്ദുവിൻ്റെ മകനും ഭർത്താവും ഇപ്പോൾ ആ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ആശുപത്രിയിൽ നിന്ന് മകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, മറ്റൊരു ബന്ധു വീട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നവമിയുടെ ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. അണുബാധ അടക്കമുള്ള സാധ്യതകൾ ഉള്ളതിനാലാണ് ഇപ്പോൾ മകളെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ബിന്ദുവിൻ്റെ അമ്മ അലമുറയിട്ട് കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ ഭർത്താവും മകനുമൊക്കെ പാടുപെടുകയാണ്. അവർക്കെല്ലാം മുന്നോട്ട് നോക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ, അവരുടെ എല്ലാവരുടെയും അത്താണിയായിരുന്ന, ആശ്രയമായിരുന്ന ബിന്ദു എന്ന വ്യക്തി ഇനിയില്ല. അവരുടെ അമ്മയില്ല, ഭാര്യയില്ല, മകളില്ല. അങ്ങനെ വലിയ വേദനയിലാണ് ആ കുടുംബവും. ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവരും ബിന്ദുവിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം. ബിന്ദു എന്ന ആ സ്ത്രീ, അവർ ഈ വലിയ പരാധീനതകൾക്കിടയിലും മക്കളുടെ വിദ്യാഭ്യാസം അടക്കം ഏറ്റെടുത്ത് മുന്നോട്ട് ആ വീട് നയിച്ച, ഒരു കുടുംബത്തെയാകെ നയിച്ച സ്ത്രീയാണ്. ഈ അധികൃതരുടെ അനാസ്ഥയിൽ ആ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിനടിയിൽ ആ കെട്ടിടം നിലം പതിച്ചപ്പോൾ ഇല്ലാതായത് ഒരു കുടുംബത്തിൻ്റെ ആകെ അത്താണിയാണ്.